ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ മിലാനിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിലേക്കാണ് നമ്മൾ പോകുന്നത്. കാലിക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്ക്. പിന്നെ ഡൽഹി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിതാ ഡൽഹി എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മൾ ജമ്മുവിലേക്ക് പോവുകയാണ്. ഇതാ മെറായ കുട്ടി ഇതാ ഇവിടെ ഇരിക്കുന്നു. ബാഗിൻ്റെ മേലെ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ മിലാനിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിലേക്കാണ് നമ്മൾ പോകുന്നത്. കാലിക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്ക്. പിന്നെ ഡൽഹി ജമ്മുവിലേക്കാണ്. ജമ്മുവിൽ ക്വാർട്ടറൊക്കെ സെറ്റായിട്ട് നമ്മൾ പോവുകയാണ് ഇപ്പം ജമ്മുവിലേക്ക്. ഡൽഹി വരെ വന്ന് ഡൽഹിയിൽ നിന്ന് അവിടുന്ന് വന്ദേ ഭാരതാണ് ബുക്ക് ചെയ്തത്. അപ്പം വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു, കിട്ടുമോയെന്നറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഫുൾ വ്ളോഗ് കാണാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുള്ളൂ. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. ഓക്കെ, നമുക്ക് രാത്രി 10:30ക്കാണ് ഫ്ലൈറ്റ്. അപ്പം വെബ് ചെക്കിനൊക്കെ ചെയ്തതുകൊണ്ട് ഒരു 9:30 ആകുമ്പോൾ എത്തിയാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ 9 മണിക്ക് എത്തുന്ന രീതിയിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പം നല്ല മഴയൊക്കെ ആയിരുന്നു. മനുവാട്ടിൻ്റെ അനിയനായിരുന്നു നമ്മളെ കൊണ്ടുവിടാൻ വന്നത്. അപ്പോൾ ചെറിയ ഈ ബൈപ്പാസിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ കുറച്ച് ലേറ്റായൊന്ന് ടെൻഷനായി. പിന്നെ പക്ഷേ കറക്റ്റ് ടൈം നമ്മൾ എത്തി. മഴയൊക്കെ ഉണ്ടായതുകൊണ്ടാണ്. വലിയൊരു ടെൻഷൻ ഉണ്ടായതെന്ന് വെച്ചാൽ ഇവരെ എൻ്റെ മക്കളെ ആധാറൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ അവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എന്നാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ എന്താക്കി ബർത്ത് സർട്ടിഫിക്കറ്റ് തപ്പി കണ്ടുപിടിച്ച് ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയെല്ലാം എടുത്ത് വെച്ചത്. മൊബൈൽ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ടെൻഷനില്ല. അപ്പം അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ട് ലഗേജൊക്കെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അപ്പോൾ കയ്യിലൊരു കവറുണ്ട്. കവറിൽ നമുക്കെന്ന് വെച്ചാൽ ഫുഡ്, നമുക്കിപ്പോൾ രാത്രി ആയതുകൊണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് അതിൽ അത്യാവശ്യം കയ്യിൽ കവറിലാണ് കൊണ്ടുപോയത്. കാരണം കഴിച്ചിട്ട് നമുക്കത് കളയാമല്ലോ എന്നുള്ള രീതിയിൽ. കാരണം ബാഗിലൊന്നും വെച്ച് ഇതാക്കാണ്ട്. അപ്പോൾ അങ്ങനെ മിറായ പിടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മിറായൻ്റെ കയ്യിൽ കൊടുത്തത്. അപ്പോൾ അമ്മ ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ ആക്കി തന്നിട്ടുണ്ടായിരുന്നു, മനുവിൻ്റെ അമ്മ. എന്നിട്ടങ്ങനെ ലഗേജൊക്കെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയി. പിന്നെ ഒരു നൊസ്റ്റാൾജിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കാലിക്കറ്റ് എയർപോർട്ടിലായിരുന്നു ട്രെയിനിങ് ചെയ്തത്. എൻ്റെ എയർപോർട്ട് മാനേജ്മെൻറ്റ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഞാനിവിടെ ട്രെയിനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കാര്യമായിട്ടൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കൽ തന്നെയാണ്. വലിയ ജാക്കറ്റും കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കുക. മിറായ പോകുന്നു ആ ട്രോളിയിൽ. മിറായി ആര് അയ്യോ നോക്കാം അവളെ പിടിക്കാം.
വാ അങ്ങോട്ട് മുന്നോട്ട്. दल की अनुमति के बिना रक्षा जैकेट को इस विमान से हटाना पड़ेगा। എൻ്റെ മോന് ലൈറ്റ് ഭയങ്കര ഇഷ്ടമാണില്ല എന്നെ. അപ്പോൾ ഇത് കാണുന്നതുകൊണ്ട് ആ വിൻഡോൻ്റെ ഇടയിലൂടെ ലൈറ്റ് കാണുന്നതുകൊണ്ട് അത് നല്ലോണം ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അപ്പം മോൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണെന്നൊന്നും മോന് തോന്നുന്നൊന്നും ഉണ്ടായില്ല. എന്നുവെച്ചാൽ അവൻ ചെറുതല്ലേ, അപ്പോൾ പിന്നെ അവനെ കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. അവനെ നല്ല എൻജോയ്മെൻ്റ് ആണ്, ഇങ്ങനെ കാണുന്നു പോകുന്നു എന്തൊക്കെയോ കാണുന്നു, ആ ഒരു രീതിയിൽ നല്ല അടിപൊളിയായിരുന്നു. Ladies and gentlemen, delighted to present you a revamped service flight away Central Division in the stadium. Please let us know your book your stand and change your seat. To browse the 60-inch medical and Flow 60 magazine and let us know if you would like to buy a pass along with the beverage. You can also see the instructions. Thank you very much. അല്ലേ ചേച്ചി തരുമെന്ന് പറഞ്ഞു. ഫ്ലൈറ്റ് അപ്പം നമ്മളത് ഡൽഹിയിലെത്തുന്നത് പുലർച്ചെ 1:30-ക്കായിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും പിള്ളേർക്ക് ലാൻഡ് ചെയ്യുന്നതൊന്നും കാണാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉറക്കത്തിലായിപ്പോയി, ഉറങ്ങുന്ന ടൈമല്ലേ. അപ്പോൾ ഉറക്കത്തിലായിപ്പോയി രാത്രി. എന്താ പറയുക, മിലാൻ എൻ്റെ മടിയിലും മിറായ അനുവേട്ടൻ്റെ മടിയിലും കിടന്നുറങ്ങി. അപ്പം ലാൻഡ് ചെയ്യാൻ പോവാണ് നമ്മൾ ഫ്ലൈറ്റ് ഡൽഹിയിൽ. അപ്പം ഡൽഹിയിൽ നിന്ന് പിറ്റേന്ന് രാവിലെ വന്ദേ ഭാരതായിരുന്നു ബുക്ക് ചെയ്തത്. വന്ദേ ഭാരതിനാണ് ബുക്ക് ചെയ്തത്. പക്ഷേങ്കിൽ ബുക്ക് ചെയ്തത് മാറിപ്പോയി, 3 മണീൻ്റെ വന്ദേ ഭാരതായിപ്പോയി. അങ്ങനെ പണി കിട്ടി. അതാണെങ്കിൽ സീറ്റ് കൺഫേമും ആയിട്ടാണ്, വെയിറ്റിംഗ് ലിസ്റ്റ് 1ഉം 2ആയി നിന്നും പോയി. അപ്പോൾ ആകെ പ്രശ്നത്തിലായിപ്പോയി ഡൽഹിയിൽ നിന്ന് ജമ്മുവിലേക്കുള്ള യാത്ര. ലാൻഡ് ചെയ്തപ്പോഴേക്ക് മിലാനിൻ്റെ മടിയിലും മിറായ മമ്മൂറിൻ്റെ അനിയത്തും കിടന്നുറങ്ങിപ്പോയി. അങ്ങനെ നമ്മൾ ഡൽഹി എയർപോർട്ടിലെത്തി, ലാൻഡ് ചെയ്തു. 1:30 ആയപ്പോൾ കാണേണ്ട പോലും ഓർക്ക് ഇതായിട്ടുള്ളത്. കാലിക്കറ്റിൽ നിന്ന് ഫ്ലൈറ്റ് നമുക്ക് 10:40-നാണ് ഡൽഹിയിലെത്തിയത്, 1:40-നാണ്. അപ്പോൾ ഡൽഹിയിൽ നിന്ന് ഇനി വന്ദേ ഭാരതിനാണ് പോകുന്നത്. 6 മണീൻ്റെ ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് 3 മണീൻ്റെയാണ് ബുക്ക് ചെയ്തത്. അത് നല്ലൊരു പണിയാണ് കിട്ടിയത്. അതുകൊണ്ട് മിറായിൻ്റെ ഉറക്കെല്ലാം പോയി. മിലാൻ നല്ല ഉറക്കാന്ന് കാണുന്നില്ലേ. ഇതാണ് എക്സിറ്റ്. ഇവിടെ എക്സിറ്റ് ചെയ്തിട്ട് ലിഫ്റ്റിൽ പോയി ഡിപ്പാർച്ചർ 7 എടുക്കണം. പോൾ ഇവിടെയുണ്ട്. നമ്മൾ രാവിലത്തെ വണ്ടിയാണെന്ന് വിചാരിച്ച് നമ്മൾ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിട്ടില്ല. കാരണം ന്യൂഡൽഹിൻ്റെ അടുത്ത് തന്നെ സൈനിക് ആരാംഘറുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ പോയത്. അപ്പോൾ നോക്കുമ്പോൾ 3 മണീൻ്റെ വണ്ടിക്ക് അതും കൺഫേം ആയിട്ടില്ലല്ലോ. പിന്നെ അടുത്ത വണ്ടി നോക്കി, അതായില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്താ പറയുക, ഡൽഹിയിൽ നിന്ന് ജമ്മുവിലേക്ക് പിന്നെ ബസ്സിന് പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അതുവരെ ഇവിടെ
ഡോർമെറ്ററി ടൈപ്പാണ് റൂമും, റെസ്റ്റോറൻ്റ് എല്ലാം ഉണ്ട്. ഡോർമെറ്ററി ടൈപ്പാണ് റൂം, ലേഡീസിന് വേറെയും ജെൻസിന് വേറെയാണ്. അപ്പം ബാത്റൂമൊക്കെ യൂസ് ചെയ്യാം, നമുക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പം നമ്മൾ ഇവിടെയാണ് പൊളിച്ചൊക്കെ എത്തിയിട്ട് കിടന്നത്. ഇഷ്ടമായോ മിലാൻ, ഇഷ്ടമായോ? ഇത് ഉണ്ണിയപ്പം മനുവൻ്റെ അമ്മ നമുക്ക് ഉണ്ടാക്കി തന്നതാണ് തിന്നാൻ വേണ്ടിയിട്ട് കുട്ടിയൊക്കെല്ലാം. അപ്പം മീറായൊക്കെ അത് എടുത്ത് കൊടുക്കുക, നല്ല ഇഷ്ടമായി. ഇടക്കിടക്ക് കഴിക്കുന്നുണ്ടായിരുന്നു ഉണ്ണിയപ്പം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ബസ്, സ്ലീപ്പർ ക്ലാസ്, ഡൽഹി ടു ഉധംപൂർ. സോ ഗൈസ്, പിള്ളേരെല്ലാം നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. ഇത്രയും സമയം കൂട്ടത്തിരുന്നിട്ട് എ സിൻ്റെ അകത്ത് പീപ്പിളർ സോ എക്സൈറ്റഡ്. ഇങ്ങോട്ട് വാങ്ങ് മിറായ, ഇപ്പം ഇങ്ങനെ പിടിച്ചോണ്ടു. ഇതാണ് നമ്മുടെ ബസ് യാത്ര. അപ്പോൾ നമ്മളങ്ങനെ ജമ്മു നിന്ന് ഉധംപൂരേക്ക് ബസ് കയറി, ബസ്സിലെത്തി, ബസ് സ്റ്റോപ്പിലെത്തി. അപ്പോൾ ഇവിടെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യാണ് നമ്മൾ. മൂപ്പര് ഒരു ഫ്രണ്ട് ഉണ്ട് കൂടെ വർക്ക് ചെയ്യുന്നവർ, ചാവിയും ഫുഡുമായിട്ട് വരുന്നു പറഞ്ഞിട്ട് അപ്പോൾ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ റൂമിലെത്തി, റൂമൊക്കെ ഒന്ന് സെറ്റാക്കി, റൂമൊക്കെ ഒന്ന് നല്ല വൃത്തിയാക്കി കുട്ടപ്പനായി എടുക്കണം. അടുത്ത വീഡിയോയിൽ റൂം ടൂർ കാണിച്ചു തരുന്നതായിരിക്കും. പിള്ളേരെല്ലാം ഒന്ന് സെറ്റാക്കണം, കുളിച്ച് ഫ്രഷ് ആക്കണം, പിന്നെ റൂം ടൂറൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ അടുത്ത വ്ളോഗിനായിട്ട് വെയിറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. താഴത്തിന് നമുക്ക് പാർക്കുണ്ട്, പാർക്കിൽ പോയി കളിക്കാൻ പിള്ളേർ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. പ്ലീസ് ടു സബ്സ്ക്രൈബ്.